അമ്മേ ദേവരെത്തി. അമ്മേ ദാ വരണു. അത് വീട്ടുകാരട്ടോ. ഇവരാണ് ഞാൻ പറഞ്ഞ ആൾക്കാർ. വന്നിട്ട് ഇത് ഭാരതി അമ്മ, ഇത് മകള്. ഈ ഔട്ട് ഹൗസ് ഒരു വാടകയ്ക്ക് കൊടുക്കലാന്ന് പറഞ്ഞതാ. എന്റെ നിർബന്ധപ്രകാരം സമ്മതിച്ചേ. പിന്നെ ഇത് കൃഷ്ണൻ നായര്, ഈ കുട്ടിയുടെ അച്ഛൻ. ഇത് ഗോപിക, ഈ അച്ഛന്റെ മകളാ. ഇതിന്റെ വല്യച്ഛന്റെ മോൻ ദിവാകരൻ. വളരെ നല്ല മനുഷ്യനാട്ടോ. അതെന്തിനാ എടുത്തു പറയുന്നേ? എന്നെ കണ്ടാ അറിഞ്ഞൂടെ? വന്നാട്ടെ. നാട്ടിലെ വീട്ടിലിപ്പോ ആരുമില്ല. വീടും പറമ്പും പിന്നെ എന്നെ നോക്കാനായിട്ട് എന്റെ ഈ മോള് മാത്രമേ ഉള്ളൂ. മോൾക്കിപ്പോ കൂടുതൽ താല്പര്യം എന്നെ ശ്രദ്ധിക്കാനായോണ്ട് വീട് തൽക്കാലം പൂട്ടി. ഈ കാണുന്ന ഗ്ലാമർ മാത്രമേ ഉള്ളൂ. ഈ ശരീരത്തിൽ ഇല്ലാത്ത രോഗങ്ങളില്ല. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഡിങ്കി. ഇനി ആയുർവേദത്തിലൊരു പരീക്ഷണം. ഇവിടുത്തെ സ്വാമിയാർ മഠത്തിലെ വൈദ്യരും ചെന്ന് കണ്ടു. 5-6 മാസത്തെ തുടർച്ചയായ ചികിത്സ അദ്ദേഹം നിർദ്ദേശിച്ചു. പോക്കുവരവിന്റെ ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് വൈദ്യരുടെ വീടിന്റെ അടുത്ത് തന്നെ അങ്ങോട്ട് താമസിക്കാന്ന് കരുതി. മോൾ എന്ത് ചെയ്യുന്നു? മോള് സംഗീത പഠനം കഴിഞ്ഞ് നിൽക്കല്ലേ. നാട്ടിൽ ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട്. ആ മോളെ, കൊച്ചച്ഛൻ ഇറങ്ങ. വന്ന ടാക്സിക്ക് തന്നെ തിരിച്ചു പോയാ രാത്രിക്ക് മുമ്പ് ജയിലിലെത്താ. ജയിൽ പുള്ളിയാണോ? എന്റെ ഈശ്വര, എനിക്ക് ഈ നാട്ടിൽ മാന്യമായിട്ട് ജീവിക്കാനുള്ളതാണ്. ഇത് ഭയങ്കര ചതിയായി പോയിട്ടാ. കൊലയാളികൾക്ക് ഈ വീട് വാടകയ്ക്ക് കൊടുക്കില്ല. അമ്മച്ചി എന്റെ കൊല്ലല്ലേ. ഞാൻ ജയിൽ പുള്ളിയൊന്നുമല്ല, ജയിലറാ. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ. സാർ, എടാ സാറ് പോലീസ് ഓഫീസറാണെന്ന്. കാശൊന്നും കൂടുതൽ മേടിക്കണ്ട. താനും ഞാൻ ഫ്രീ ആണ് സാർ. ഇവിടെ ഒരുപാട് കുട്ടികളെ കിട്ടും പാട്ട് നൃത്തമൊക്കെ പഠിപ്പിക്കാൻ. അതോടുകൂടി ഇവളുടെ ബോറടി മാറും. ഇവിടെ ഇപ്പൊ എനിക്കൊരു കൂട്ടുണ്ടല്ലോ. ഭാരതിയമ്മയ്ക്ക് എന്നെ പോലെ തന്നെ ഒറ്റ മോളാണോ? അല്ല, ഇവളെ ഏറ്റവും ഇളയതാ. എനിക്ക് 2 ഏട്ടന്മാരുണ്ട്. ഈ കുടുംബത്തിന്റെ സർവ്വ ഐശ്വര്യത്തിനും കാരണം എന്റെ മൂത്ത മോൻ ഉണ്ണിയാ. ദുബായിക്കാരനാ. 2ാമത്തവൻ ബാലു. ഭയങ്കര അധ്വാനിയാ. ഈ പുഴയുടെ അക്കരെ സ്വന്തമായിട്ടൊരു കൃഷിത്തോട്ടം തന്നെ ഉണ്ട്. എന്നാലും പോലീസിലാകണമെന്നാ അവന്റെ ആഗ്രഹം. SI ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുക. എന്നിട്ട് കക്ഷി എവിടെങ്കിലും കണ്ടില്ലല്ലോ. ട്രെയിനിങ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോയിരിക്കുക. തൊപ്പി തലയിൽ കയറിയിട്ടില്ലെങ്കിലും ഇപ്പോഴേ SI എന്നാ പുള്ളിയുടെ വിചാരം. എല്ലാം കൊണ്ടും സന്തുഷ്ട കുടുംബം. ഇനി ഒരു സർപ്രൈസ് റൂം കൂടി. ഇതാ ഉണ്ണിയേണ്ട പരീക്ഷണശാല. ദേ നോക്കിയേ. ഇത് കണ്ടോ? കോളേജ് എക്സിബിഷന് ഇന്ത്യ പാകിസ്ഥാൻ വാർ സ്വന്തമായിട്ടുണ്ടാക്കി ഡെമോൺസ്ട്രേറ്റ് ചെയ്തതാ. ഏട്ടൻ അതിന് ഫസ്റ്റും കിട്ടി. ഏട്ടനൊരു സയന്റിസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ കളിയാക്കാറുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഭയങ്കര ട്രിക്സിന്റെ ആളാ. ഇത് കണ്ടില്ലേ, വാർ ഫ്രണ്ട്. ഇത് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ. കർത്താവേ, കുടിക്കാൻ ഇച്ചിരി വെള്ളം കൊണ്ടുപോടി. ഇവള് എവിടെ പോയി കിടക്കുക? എന്ത് തോന്നിയാസായി കാണിക്കുന്നേ? തോന്നിയാസം എന്നോടല്ലയോ കാണിച്ചേ? എന്റെ ഫൈനാൻസ് കമ്പനിക്ക് തിരിച്ചടക്കേണ്ട കേട് ഒരു ദിവസം വൈകിയാൽ ഇവിടെ വന്നിങ്ങനെ ഇരിക്കും. പിന്നെയും വൈകിയാൽ അകത്ത് കയറി ഇരിക്കും. പിന്നെ കിടക്കമുറി കയറി കിടക്കും. അടുക്കളയിൽ കയറിയ പിന്നെ കറിയാച്ചൻ ഇറങ്ങുന്ന പ്രശ്നമില്ല. എന്താ കറിയാച്ച ഇങ്ങനെ? ഈ മാസം ദുബായിൽ നിന്ന് ഉണ്ണിയുടെ കാശ് എത്തിയിട്ടില്ല. അതുകൊണ്ടാ. നിങ്ങളുടെ മുടന്ത ന്യായങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട ശോശാമോ. എന്റെ അമ്മയുടെ പേര് ശോശാമെന്നല്ല. അതെനിക്കറിയാമേ. ശോശാമെന്ന് എന്റെ പെണ്ണുമ്പുള്ളയുടെ പേരില്ലയോ? ഈ തിണ്ണയിലിരുന്ന് ആ പേര് വിളിച്ച് ശീലിച്ചില്ലേ, കുഴപ്പമാ. നാളെ ഇവിടെ എന്റെ കൂടെ ഇവിടെ താമസിക്കാൻ വരുമ്പോ ഞാൻ ഭാരതി എന്ന് വിളിച്ചാൽ അവൾക്ക് ഡൗട്ടാവും, ഞാൻ ഔട്ടാവും. അപ്പോഴേ എന്ത് തീരുമാനിച്ചു? ഞാൻ ഇവിടെ കിടന്ന് വരേക്കണോ അതോ പോണോ? ഉണ്ണിയേട്ടന്റെ പൈസ വരുമ്പോ അവിടെ കൊണ്ടുവന്ന് തരും. അതിനുമ്പോ ഇവിടെ വേഷം കെട്ടിയാലുണ്ടല്ലോ. അയ്യടാ, എന്റെ കാശ് എണ്ണി മേടിച്ചേച്ച് 5 നേരം മൂക്കമുട്ട മടപടാ വെട്ടി മിണിങ്ങി ദേഹം ഒന്ന് മിനിങ്ങിയപ്പോ കണ്ടില്ലേ പെണ്ണിന്റെ നാക്ക്? എല്ലാത്തിനും അഴി എണ്ണിക്കാൻ നിന്റെ ഈ തള്ള എഴുതി തന്ന എല്ലാ പേപ്പറുകളും എന്റെ ഉണ്ട് കേട്ടോ. അപ്പോഴേ സ്ത്രീകളോട് അല്പം മാനും മര്യാദയായിട്ട് സംസാരിച്ചൂടെ? എന്നതാ അയാൾ എണ്ണ തേച്ച് ഗുസ്തിക്ക് വരുവാന്നോ? പുതിയ താമസക്കാരാ. വാടകക്കാരോ? എന്നോട് ചോദിക്കാതെ തന്നോട് ആരവിടെ താമസിക്കാൻ പറഞ്ഞേ? ഇത് എന്റെ പേര് കിടക്കുന്ന വീടും വാസ്തുവാ. ഇവരെ എന്റെ ഔദാര്യത്തിലാ താമസിക്കുന്നേ. 2 ദിവസം കൂടി സമരം കേട്ടല്ലോ. ഇപ്പൊ ഞാൻ പോവാ. ഈ സ്റ്റാൻഡേർഡിന് എന്നിൽ നിന്നും പ്രതീക്ഷിക്കണ്ട. ഇനി വരുമ്പോ ഞാൻ തറയായിരിക്കും. ഇതിനേക്കാളും വലിയതറിയോ? തത്തറ.
പെണ്ണിന്റെ ഒരു നെകളിപ്പേ. ആരയാള്? എന്താ ഭാരതീയമേ ഇയാളുമായിട്ടുള്ള പ്രശ്നം? കുട്ടികളുടെ അച്ഛൻ ഒരു സോപ്പ് കമ്പനി ഉണ്ടായിരുന്നു. ബാങ്കിൽ നിന്നൊക്കെ വലിയ ലോൺ എടുത്ത് ആ കമ്പനി തുടങ്ങിയത്. നഷ്ടത്തിലായിരുന്ന കമ്പനിയില് തൊഴിൽ സമരവും കൂടി വന്നപ്പോ അത് പൂട്ടി. ലോണ് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ജപ്തി നടപടിയും കൂടി ആയപ്പോ ഈ വീടിന്റെ ആധാരവും ടീച്ചറായിരുന്ന എന്റെ ജാമ്യവും ചെക്കും ഒക്കെ കൊടുത്ത് കറിയാച്ചന്റെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങി. അത് പലിശയും കൂട്ടുപലിശയായി പെരുകി പെരുകി തീരാത്ത ബാധ്യതയായി. അതൊന്നും കാണാൻ മാത്രം മക്കളുടെ അച്ഛൻ അധികകാലം ഉണ്ടായില്ല. ഇപ്പൊ എന്റെ മോൻ ദുബായി കിടന്ന് കഷ്ടപ്പെടുന്നത് മുഴുവൻ ഇയാളുടെ കടം തീർക്കാനാ. ആരാ? കാസ്, പണം കൊണ്ടുവന്നതാ. സാറ് തന്നതാ ദുബായിന്ന്. ഓക്കെ. എടോ, എന്താ നിന്റെ പേര്? പാണ്ഡ്യൻ. തമിഴനാ? അല്ല, മലയാളി. എവിടാ സ്ഥലം? കോളഞ്ചേരി. കോളഞ്ചേരി അല്ല, കോഴഞ്ചേരി. ആ. ആരാ മോനെ? ആ, ഏട്ടന്റെ കാശ് കൊണ്ടുവന്നാ. അവനൊരു കള്ള ലക്ഷണം. ഏട്ടൻ പോലീസ് ബുദ്ധിയിൽ നോക്കുമ്പോ എല്ലാരും കള്ളന്മാരാ. പേര് പാണ്ഡ്യൻ, സ്ഥലം കോളഞ്ചേരി. കോഴഞ്ചേരിയിൽ ഏത് മലയാളിക്കാ പാണ്ഡ്യൻ എന്ന് പേരിടുക? ഏവൻ കള്ളനാ, പേരും കള്ളൻ. ഏട്ടൻ എന്തിനാ അമ്മേ ഈ ഇടപാട്? ദുബായിന്ന് കാശ് ബാങ്ക് വഴി അയച്ചാ പോരെ? ഇത് കുഴൽപ്പണം. എന്തായാലും നാളെ രാവിലെ നീ ഈ കാശ് കറിയാച്ചിന് കൊണ്ടുപോയി കൊടുക്ക. എന്തൊരു സ്വരശുദ്ധിയാ ഗോപിയക്ക്. അത് മാത്രോ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എണ്ണീറ്റ് ആ വീട്ടിലെ സർവ്വ പണിയും ചെയ്യും. നല്ല കൈപുണ്യം, കുടുംബത്തിന്റെ ഐശ്വര്യം ആ കുട്ടി. അമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അതെ, നമ്മുടെ ഉണ്ണിയേട്ടന് വേണ്ടി എന്തുകൊണ്ട് ഗോപിക ആലോചിച്ചൂടാ? എന്റെ മനസ്സിൽ അത് നേരത്തെ തോന്നിയതാ. അവൻ ദുബായിന്ന് വന്നിട്ട് പറയാമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു. ആഹാ, അമ്മ ഞാൻ ഇപ്പൊ വന്നെ. എടി, ഗോപിയക്ക് ഈ നാട് ഇഷ്ടായോ? ഈ തറവാട് ഇഷ്ടായോ? എന്റെ അമ്മ ഇഷ്ടായോ? അപ്പ എന്റെ ദുബായ്ക്കാരനെ ഏട്ടനെ ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. ഞങ്ങൾ ആലോചിക്കാൻ പോവാ. ജാതകം എടുത്തൊന്ന് നോക്കിക്കോ, ചിലപ്പോ വിദേശ യാത്രക്ക് യോഗ ഉണ്ടാവും. അമ്മ ഇങ്ങ് വന്നേ, ഒരു കാര്യം പറയട്ടെ. എന്താടാ പറ, എനിക്ക് ജോലിയുണ്ട്. അമ്മയ്ക്ക് അപ്പുറത്തെ ഗോപിയെ കുറിച്ച് എന്താ അഭിപ്രായം? ആ കുട്ടി അമ്മയുടെ മരുമോളായിട്ട് വരുന്നതില് വിരോധമുണ്ടോ? എന്റെ മനസ്സിലൊരു ആഗ്രഹം. നീ മിണ്ടായിരടി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. മോനെ, അത് അമ്മ, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. ഗോപിക കല്യാണ പെണ്ണായിട്ട് അണിഞ്ഞൊരുങ്ങി വരുന്നതും കത്തിച്ച് പിടിച്ച നിലവിളക്കായിട്ട് അമ്മ സ്വീകരിക്കുന്നതും. കല്യാണമൊക്കെ ഉണ്ണിയേട്ടൻ വന്നിട്ട് മതിയെന്നേ. അതിനു മുമ്പ് നമുക്ക് ഉറപ്പിച്ചു വെക്കാലോ. ഏട്ടൻ നിൽക്കുമ്പോ അനിയന്റെ കല്യാണം നടത്തുക എന്ന് വെച്ചാ? അമ്മ എന്തായി പറയണേ? ഞാൻ ഗോപികയെ ഉണ്ണിയേട്ടന് വേണ്ടി ആലോചിക്കുന്ന കാര്യാ പറഞ്ഞത്. ഗോപിക ഉണ്ണിയേട്ടന്റെ വധുവായിട്ട് വരുന്നതാണ് ഞാൻ സ്വപ്നം കണ്ടത്. നീ എന്നെ തീ തീറ്റിച്ചല്ലോടാ. അപ്പൊ ഏട്ടൻ ദുബായിന്ന് വന്നാലുടൻ കല്യാണം. എന്താടി? വന്നു. ഉണ്ണിയേട്ടൻ വന്നു. അയ്യേ, ഇതെന്റെ ഉണ്ണിയേട്ടനൊന്നുമല്ല. ഇതേതോ പിച്ചക്കാരൻ ലോട്ടറി അടിച്ച പോലെ ഉണ്ട്. അനിയനാ? ആരുടെ അനിയൻ? അല്ല, ഉണ്ണിയുടെ അനിയനല്ലേ? അതെ. ആ, ഞാൻ ഉണ്ണിയുടെ ഫ്രണ്ടാ. ദുബായിന്നാണ് വരവ്. എന്റെ പേര് ബിജു. BIJU, ബിജു. നല്ല പേരല്ലേ? അകത്തേക്ക്. നമസ്കാരം.
സിസ്റ്റേഴ്സ് ആണല്ലേ? ദുബായിലാ? അയ്യോ, ആളെ കണ്ടപ്പോ ഒന്ന് പേടിച്ചുല്ലേ? പേടിക്കണ്ട, എന്റെ ഏട്ടൻ നല്ല സുന്ദരക്കുട്ടപ്പനാ. ദാ, ഇരിക്കൂ. ആദ്യം അനിയൻ ഇരിക്കി. ഞങ്ങൾ ദുബായിക്കാരെ ഇരുത്തിയിട്ടേ ഇരിക്കാറുള്ളു. ഇരിക്കി. അച്ഛനാണല്ലേ? എന്റെ മോളുടെ. ഞാൻ വിചാരിച്ചു എന്റെ മോളിൽ ഇരിക്കുന്നു. ഔട്ട് ഹൗസിലെ പുതിയ താമസക്കാരാ. ആ ദേ, ആ വണ്ടി മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ എല്ലാം ഇങ്ങോട്ട് എടുത്തോ. എല്ലാം ഇങ്ങോട്ടേക്കുള്ളതാ. ഉണ്ണി തന്നുവിട്ടതാണേ. ഉണ്ണി വരുന്നതിനെ കുറിച്ച് വല്ലതും പറഞ്ഞായിരുന്നു? ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ. അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപേക്ഷയോ? ലീവിനെ. വലിയ തിരക്കല്ലേ, ഒരു ദിവസം പോലും മാറിയിക്കാൻ പറ്റില്ല. അവിടെ എന്താ ജോലി? എനിക്ക് അവിടെ ഗോൾഡ് ഫാക്ടറിയിലാ ജോലി. തനിക്കല്ല, ഉണ്ണിക്ക്. ഉണ്ണി അവിടെ വലിയ പൊഷനിലല്ലേ? നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത പൊഷനില്ലേ എന്ന് പറയുമ്പോ ദുബായിലെ ഷെയ്ക്കാ? അസ്സലാമലൈക്കും. ഏയ്, നല്ല പവറുള്ള ജോലിയാ. ഉണ്ണി ഗവൺമെന്റിന്റെ ഗസ്റ്റ് അല്ലേ? ഫ്രീ ക്വാർട്ടേഴ്സ്, ഫ്രീ ഫുഡ്, ഫ്രീ ഡ്രസ്. ഒരു വലിയ കൊട്ടാരത്തിലല്ലേ താമസിക്കുന്നത്? ഗവൺമെന്റിന്റെ വലിയ കൊട്ടാരത്തില്. ആ കൊട്ടാരത്തിൽ പ്രവേശിക്കാൻ സ്പെഷ്യൽ പെർമിഷൻ വേണം. സദാസമയം പോലീസ് പ്രൊട്ടക്ഷൻ. ഉറങ്ങുമ്പോ പോലും പോലീസ് കാവൽ. ക്ഷവരം ചെയ്യാൻ പോലും സർക്കാരിന്റെ ബാല്യക്കാരാ. ഫുഡാണെങ്കിലാ 5 സ്റ്റാർ ഫുഡല്ലേ? ചിക്കൻ വേണോ, മട്ടൻ വേണോ, ഡക്ക് വേണോ? ഓ, ഇങ്ങനെ ഒരു മകനെ കിട്ടിയ അമ്മ ഭാഗ്യവതിയാണ് അമ്മേ. ഒരാള് കേറാനുണ്ടേ. കർത്താവേ, ഒരിക്കലും പുറത്തേക്ക് പോകാൻ ഇടവരുത്തല്ലേ. നമസ്കാരം. ഇവിടെ ഒപ്പിട്. ഇത് ആരപ്പാടാ? എന്റെ അപ്പന്റെ ഒപ്പ. അപ്പം മരിച്ചപ്പോ എനിക്ക് തന്നതാ. മതി മതി മതി. ഈ സാധനങ്ങളൊക്കെ സ്റ്റോറി കൊണ്ട് ഏൽപ്പിച്ച് ഡ്രസ് മാറി സെല്ലോട്ട്. ഞാനിപ്പ ഡീസന്റ് ആയി സാറേ. ഇതെന്റെ പേഴ്സല്ലേ? അതല്ലേ പറഞ്ഞ ഞാൻ ഡീസന്റ് ആയിരുന്നു. പോണ വഴിക്ക് പോലീസ് പിടിച്ചാൽ കൊടുക്കാനൊന്നും എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. തുറന്നു നോക്കിയപ്പോ അതിന്റെ അകത്തും ഒന്നുമില്ല. ഇപ്പൊ ഇതിനകത്ത് വല്ലതും ഉണ്ടടാ? തുറന്നു നോക്ക്. പറഞ്ഞു, നിന്നെ പോലെ നല്ല കള്ളന്മാർ ഇപ്പൊ ഇല്ല. സാർ എന്നെ പുകട്ടരുത്, ഞാൻ പെരുങ്കള്ളനാകും. അകത്തോട്ട് പോടാ. ഈ പരോള് കഴിഞ്ഞു വന്ന വഴി ഞാൻ മറന്നു. ചപ്പാത്തി സ്പെഷ്യലിസ്റ്റ് എത്തിയല്ലോ. ഹായ് എവരിബഡി, പൊറിഞ്ഞു വന്നു. ഞാനില്ലാഞ്ഞിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. എന്തായി? നീ പറഞ്ഞ പോലെ കക്ഷി വന്ന് കാശുമായിട്ട് ഞാൻ ഡ്യൂട്ടി പേ ഷോപ്പിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ആർക്കും സംശയം തോന്നിയില്ല? സംശയം? ഹേ, ഞാൻ ദുബായിക്കാരായി വിലസില്ലേ? എന്റെ ഹെയർ സ്റ്റൈൽ എന്നെ മാറ്റിക്കളഞ്ഞില്ലേ? ഫേസ് ഇത് തന്നെയല്ലേ, പിന്നെന്താ കാര്യം? എത്ര നല്ല ആൾക്കാരാടാ നിന്റെ വീട്ടുകാരി. നീ എങ്ങനെ ആ കുടുംബത്തിൽ പിറന്നടാ? ഇവിടെ നീ പരമശിവം, അവിടെ ഉണ്ണി ദാമോദർ. നീ പെരുങ്കള്ളനാ. നീ വിഷമിക്കണ്ട മോനെ. വിഷമദ്യം കഴിച്ച് 3-4 തട്ടിപ്പോയത് കൊണ്ടാണല്ലോ നിനക്കിപ്പോ എന്റെ അകത്ത് കിടക്കേണ്ടി വന്നേ. അല്ലെങ്കിൽ നിന്റെ അപ്പൻ നിന്നെ പുല്ലുപോലെ പുറത്തിറക്കി കൊണ്ടുവന്നേനെ. നിനക്കിവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത് എത്ര ജയില് കണ്ടിരിക്കുന്നടാ. അപ്പോഴേ സാറേ, സൂപ്രണ്ട് സാറിനോടൊന്ന് പറഞ്ഞേക്കണം, അവൻ ജിന്നാടമർക്കിയുടെ മോനാണെന്ന്. ആടാ മോനെ, കുറച്ച് ദിവസം കഴിയുമ്പോ നിന്നെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് മാറ്റിച്ചോളാം.
ഈ ജയിലിന്റെ ഉള്ളിൽ നിന്ന് ജീവനോടെ പുറത്തു പോകില്ല. നിന്നെ കൊല്ലും ഞാൻ. നീ കരുതിയിരുന്നോ? നിന്നെ വിടില്ല, നിന്നെ വിടില്ല. പരമശിവം, സോറി സാർ. എന്റെ മുമ്പിൽ വെച്ചാണ് അഭ്യാസം. പരോളിന് അപേക്ഷ കൊടുത്തിട്ട് എന്താണ് അവനോട്ട് ഇടപാട്? ഓൾ കേരള ക്രിമിനൽസ് അസോസിയേഷനിൽ അവനും മെമ്പറല്ലേ സാറേ? ഇടപാട് കാണാതിരിക്കൂ. മേത്തൊക്കെ സാമ്പാറുമായി. ഇതിൽ ചോറും കൂടി വിളമ്പട്ടെ സാറേ? 2 പപ്പടം കൂടി തടാ, പൊടിച്ചു കളഞ്ഞ ഞാൻ. ആരാ ചോറ് വെച്ചത്? പപ്പടം ഇല്ലെന്ന് അറിയില്ലേ? മതിയടാ. മതിയെങ്കിൽ മാറ്. അവൻ എന്തിനാടാ നിന്നെ ചവിട്ടിയത്? അവനെന്നെ ചവിട്ടാൻ തോന്നിയിട്ടുണ്ടാവും. അപ്പൊ അവൻ എന്നെ ചവിട്ടാൻ തോന്നിയില്ലല്ലോ. അതിന് നീയല്ലല്ലോ അവന്റെ ഏട്ടനെ കൊന്നത്. നീ ഒരാളെ കൊന്നു എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. കേട്ടുമടുത്തിട്ടുള്ള സാധാരണ പ്രശ്നം തന്നെ എന്റേതും. പക്ഷേ ഒരു നോർമൽ ആൾക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക ബാധ്യത. കടം കൊണ്ട് നിൽക്കക്കള്ളിയില്ലാതെ ആത്മഹത്യയുടെ വക്കത്തെത്തി എൻ്റെ കുടുംബത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടെ ഞാൻ നാടുവിടാൻ തീരുമാനിച്ചു. ഒരു രാത്രി എങ്ങോട്ട് പോകണമെന്നറിയാതെ നാഷണൽ ഹൈവേയിൽ ഞാനങ്ങനെ നിന്നു. ഈ സമയം ദൂരെ നിന്ന് ദേവദൂതനെ പോലെ ഒരു ടാങ്കർ ലോറി വരുന്നത് ഞാൻ കണ്ടു. ദൈവം തോന്നിപ്പിച്ചാണോന്നറിയില്ല, ആ ഡ്രൈവർ വണ്ടി നിർത്തി. ഞാനും കൂടി പോന്നോട്ടെ? എങ്ങോട്ട്? അങ്ങനെ ഇന്ന സ്ഥലമൊന്നുമില്ല, എവിടം വരെ പോണു അവിടം വരെ. ഓ അവിടെ കയറ്. സോറി. എങ്ങോട്ടാ? പോലീസ് പിടിച്ചില്ലെങ്കിൽ എത്തേണ്ടടുത്തെത്തും. പോലീസോ? ആ. അതെന്താ എന്റെ വണ്ടിയില്? സ്പിരിറ്റ്. സ്പിരിറ്റോ? ഇതൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാവാൻ പേടിയില്ലേ? ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്ന അതിന്റെ സുഖം. പോലീസ് പിടിച്ചാൽ എന്നെ മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പൊ ഈ പോണ വഴിക്ക് പോലീസ് പിടിച്ച എന്റെ കാര്യം? അത് പോലീസുകാർ നോക്കിക്കോട്ടെ. നിന്നെ പിടിച്ച എനിക്കെന്താ? നിനക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല, എന്റെ പേര് പോലും. എന്താ ബായുടെ പേര്? അത് വേണ്ട. എന്നാലും പറ ബായ്. നീ ഇപ്പൊ എന്താ വിളിച്ചത്? ബായ്. ഭായ്. അത് തന്നെ വിളിച്ചാ മതി.